ഹലോ, ഇതൊരു സ്പെഷ്യൽ റീലാണ്. നിനക്കൊരു ബ്രാ ഇട്ട് നടന്നൂടെ, ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ കമൻസ് ഇട്ട് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. ഇതാണ് സ്ത്രീകൾ ഇടുന്ന ബ്രാ. ഇത് പ്രത്യേകിച്ച് ഒരു പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ. നന്ദി, ശുഭദിനം. ഹലോ 2026 ആയിട്ട് കുറെ കട്ട റെസൊല്യൂഷൻസ് ഒക്കെയാണ് എനിക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ചെങ്ങനെ സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം ഫിസിക്കലിയും ഇമോഷണലിയും ഒക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് ഈ വർഷം അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ മോട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മിഥ്യാധാരണയാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷം കുറച്ച് സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല, ഓവറോൾ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെയല്ലേ എല്ലാവരും ജീവിക്കുന്ന എന്നുള്ളത്. അത് ഞാൻ കംപ്ലീറ്റ് പൊളിച്ചെഴുതുകയാണ്. കാരണം അവസാന നഷ്ടം എനിക്ക് മാത്രമായിരിക്കും എന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ ഫിനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ ഡൗൺ ആയിരുന്ന സമയത്ത് ഈ സോ കോൾഡ് സമൂഹമോ ബന്ധുക്കളോ ഒന്നും കൂടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞാൻ ഇനി എന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. പിന്നെ എന്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ള 2000 കൂടുതലുള്ള പാട്ടുകൾ ഈ വർഷം തന്നെ നൊട്ടേറ്റ് ചെയ്ത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. നിങ്ങളുടെ എല്ലാ സോങ്സും ഞാൻ ഈ വർഷം തന്നെ നൊട്ടേറ്റ് ചെയ്യും. പിന്നെ എൻ്റെ സ്വന്തം പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചിങ്, അത് ഈ വർഷം കുറെ കൂടെ വിപുലീകരിക്കണം. മാക്സിമം നമ്പർ ഓഫ് ക്ലാസ്സസ് ഈ വർഷം എടുക്കണം. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഫോറിൻ ട്രിപ്പുകൾ മുടങ്ങി കിടക്കുകയാണ്. അത് ഫിസിക്കലി ഡൗൺ ആയിരുന്നു, ഇമോഷണലി ഡൗൺ ആയിരുന്നു. ഇത്തവണ അതൊക്കെ മാറ്റി വെച്ച് വീണ്ടും 1-2 ഫോറിൻ ട്രിപ്പെങ്കിലും പൈസ കൂട്ടി വെച്ചിരിക്കും പോകണം. ഐദർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വിത്ത് സമ്മൺ ഹു ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത്. അതെന്ത് തന്നെയാണെങ്കിലും 1-2 ട്രിപ്പെങ്കിലും എനിക്ക് പോകണം. അത് കൂടാതെ ഒരു 5-6 സ്റ്റേക്കേഷൻസ് എങ്കിലും എനിക്ക് ഈ വർഷം ചെയ്യണം. അതിൽ 1-2 എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. അത് വെറുതെ കിടന്നുറങ്ങാൻ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങണം തോന്നി അത്രയും നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 സ്റ്റേക്കേഷൻ കൂടെ എനിക്ക് പോകണം. 2 കുഞ്ഞുങ്ങൾക്കും ഒട്ടും ടോക്സിക്കോ കൺട്രോളിങ്ങോ അല്ലാത്ത ഒരു നല്ല ഫ്രണ്ട്ലി മദർ ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യണം. അവരെന്നും പറയണ യു ആർ ദ ബെസ്റ്റ് മദർ ഇൻ ദി വേൾഡ് എന്ന് ഈ വർഷം പറയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പിള്ളേർ വളരെയാണ്, അവർക്ക് ബോധം വെക്കുകയാണ്, അവർ പറയുമെന്നറിയില്ല. ബട്ട് അതും എൻ്റെ ഒരു ലക്ഷ്യത്തിലൊന്നാണ്. വർഷം എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടും, മേക്കപ്പ് ചെയ്യും, ഇഷ്ടമുള്ളവിടെയൊക്കെ പോവും. ഞാൻ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്ന എല്ലാ അങ്കിൾസിനോടും ഒരു നല്ല നമസ്കാരം പറയും. പിന്നെ എന്റെ ജോലിയിൽ എന്നെ തളർത്താൻ ശ്രമിച്ച ഒരുപാട് ആളുകൾ, അവരോടൊക്കെ ചേട്ടന്മാരെ ഹായ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, ജീവിതത്തിൽ സംഭവിച്ചതോർത്ത് ഞാൻ കരഞ്ഞു തീർക്കില്ല, ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാവില്ല. ആൻഡ് ഞാൻ എന്നെ തന്നെ ഒരു പ്രിൻസസിനെ പോലെ ടേക്ക് കെയർ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഉദ്ദേശ നിപ്പിള് ഇതാണ് ബ്രാ. ഞെട്ടിയില്ലേ? ഇതൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ? എനിക്കറിയാം അത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ് ഈ നിപ്പിൾ. നമ്മൾ ഈ ബ്രാ ഇടുന്നത് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് 2 പ്രസവിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തൊക്കെ വരുന്ന സ്ത്രീകൾക്ക്, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ബ്രാ ഇടുന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസന്മാരെ നിപ്പിള് കാണുമോ, ക്ലീവേജ് കാണുമോ എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ സഹതാപം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങളുടെ അമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, കുട്ടികൾ, അവരൊക്കെ എന്തോരം സഫർ ചെയ്യുന്നുണ്ടാകും. അവരുടെ ഈ നിപ്പിളോ ക്ലീവേജോ കാണുമ്പോഴേക്കും നിങ്ങളുടെ ടോക്സിസിറ്റി അങ്ങ് പുറത്തോട്ട് വരില്ലേ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നൂല്ലേ? അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊരു മാതൃകയാവാം. ഈ നിപ്പിൾ കവർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് നിപ്പിൾ കവേഴ്സ്. അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം. പക്ഷെ ചിലർക്ക് സ്കിന്നിന് അലർജി വരും, ചിലർക്ക് സ്കിന്ന് പൊട്ടും. നിങ്ങൾ ഇല്ല ചൊറിഞ്ഞ് പൊട്ടുന്നില്ല എന്നുണ്ട് ഷർട്ട് ഊരിയിട്ട് 2 നിപ്പിൾ കവേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരോടും പറയണം, സഹോദരിമാരെ ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ, അത് മാറ്റാൻ ഇതാ ഇന്നു മുതൽ ഞങ്ങൾ നിപ്പിൾ കവേഴ്സ് ഇട്ടതിന് ശേഷം മാത്രമേ ഷർട്ട് ഇടുകയുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. അത് മാത്രമല്ല, മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിന് താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ. കാരണം നിങ്ങളുടെ മറ്റേ കാണുമ്പോൾ ഞങ്ങൾക്കൊരു വികാരം വരുമല്ലേ ഏത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ റിപ്പബ്ലിക് ഡേയിൽ ഒരു മാതൃകയാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ചേട്ടന്മാരെ, എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക നന്ദിയും കൂടെ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് ഇത്ര നല്ലൊരു ബിസിനസ് ഐഡിയ തന്നതിനാണ്. ഞാൻ കഷ്ടപ്പെട്ട് പാട്ടുകളൊക്കെ നൊട്ടേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് അതിനൊക്കെ റീച്ച് കിട്ടി. എന്ത് കഷ്ടപ്പെട്ട പണിയാണെന്നറിയോ ഇതൊക്കെ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇങ്ങനെ ഇറക്കി ഒരു വീഡിയോ എടുത്താൽ പോരെ. ഞാൻ എന്ത് നൊട്ടേറ്റ് ചെയ്താലും ഇനി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് റീച്ച് കൂട്ടില്ലേ, വൈറലാക്കില്ലേ, എനിക്ക് ഫെയിം കിട്ടും, പൈസ കിട്ടും, എന്തൊക്കെ കിട്ടും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ വീഡിയോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ നൊട്ടേറ്റ് ചെയ്യണമെങ്കിലും ഞാൻ ഇങ്ങനെ നിന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ റീച്ച് കൂട്ടി വൈറലാക്കുമല്ലോ. എന്തായാലും ചേട്ടന്മാരെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ വർഷം മാറരുത്. നിപ്പിള് കണ്ടാൽ, പൊക്കിള് കണ്ടാൽ, ക്ലീവേജ് കണ്ടാൽ ആ സ്ത്രീകളെ നമുക്ക് വായി തോന്നിയത് മുഴുവൻ പറയണം. അത് നമ്മുടെ അവകാശമാണ്. ആൻഡ്
നിങ്ങളുടെ നിപ്പിളും മറ്റേ സാധനമൊക്കെ അങ്ങ് കട്ടും ചെയ്ത് കളയണം. കാരണം അങ്ങനെ നമുക്ക് മാതൃകയാവാൻ പറ്റുള്ളൂ. പിന്നെ ആരും അത് കാണുമില്ലല്ലോ. ഏത് അപ്പം എല്ലാവർക്കും